നമസ്തേ, ഐ എം രശ്മി. ഐ എം രാജ്. നമ്മൾ ഇന്ന് കണ്ട തംബ്നെയിൽ കണ്ട പോലെ സായിപ്പിനാണോ കുഴപ്പം അതോ നമുക്കോ? ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എന്താ ഇപ്പോൾ ഒരു സഡൻ ഹേറ്റ്രഡ്? നമ്മളിപ്പോൾ അവരുടെ ജോലിയൊക്കെ എടുത്തു എന്നുള്ള കാരണമാണോ? അല്ല, ജോലി അവരുടെ എടുത്തുകൊണ്ട് മാത്രമല്ല. ജോലി നമ്മൾ അവരുടെ ജോലി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, അതൊക്കെ ഒരു പോയിന്റാണ്. പക്ഷേ അതിൽ കൂടുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരുടെ സിവിക് സെൻസ് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ആൾക്കാർ നമ്മുടെ കൾച്ചർ അവിടെ അടിച്ചേൽപ്പിക്കുന്നു, ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. പക്ഷേ അതിനെക്കാട്ടി കൂടുതൽ നമ്മുടെ സിവിക് സെൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് വളരെ നമ്മുടെ ആൾക്കാർക്ക് വിദ്യാഭ്യാസമുണ്ട്, ബാക്കി എല്ലാം ഉണ്ട്. പക്ഷേ വളരെ കുറവായിട്ടൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിക് സെൻസാണ്. സിവിക് സെൻസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പിള്ളേരെ കൊച്ചിലെ തൊട്ട് പഠിപ്പിച്ചു വരേണ്ട ഒരു കാര്യമാണ് സിവിക് സെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് വളരെ കുറവാണ്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ആൾക്കാർ അവിടെ പോകുമ്പോൾ അവിടെ കാണിക്കാറുമുണ്ട്. നമ്മുടെ ആൾക്കാരെ കുറ്റം പറയാൻ പറ്റത്തില്ല, പക്ഷെ അവരങ്ങനെയാണ് അവർ പഠിച്ചു വന്നത്. അതല്ല, പക്ഷേ ഐ ഫീൽ നമ്മൾ നമ്മുടെ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് അതൊക്കെ നമ്മൾ നിലനിർത്തുന്നുണ്ട്. സിവിക് സെൻസ് ഇസ് മോർ ലൈക്ക് ഹൗ വി ആർ ബിഹേവിങ്. അല്ല, നമ്മളൊരു സൊസൈറ്റി ചെല്ലുമ്പോൾ അവർ ഒന്നാമത്തെ കാര്യം നമ്മൾ പുറത്തുള്ള രാജ്യത്തുള്ള ആൾക്കാർ കുറച്ചും കൂടി നമ്മളെക്കാട്ടി സിവിക് സെൻസ് കൂടുതലുള്ള ആൾക്കാരാണ്. എങ്ങനെ നമ്മൾ സംസാരിക്കുന്നു, അത് കണക്ക് തന്നെ എത്ര ഒച്ചത്തെ നമ്മൾ സംസാരിച്ചു, ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, എത്ര ഒച്ചത്തെ നമ്മൾ സംസാരിക്കുന്നു, പിന്നെ എങ്ങനെ നമ്മൾ ഡ്രസ്സ് ചെയ്തു, നമ്മൾ എങ്ങനെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ, ഒരു മീറ്റിങ്ങിന് പോകുന്നു, അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ ഹൗ വി ഡ്രസ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ വളരെയധികം ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഓർഡർ എന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാരെല്ലാം കുളിക്കും, പക്ഷെ നമ്മൾ നല്ലതായിട്ട് സ്മെല്ല് ചെയ്യുന്നുണ്ടോ, അതൊക്കെ നമ്മളൊരു പബ്ലിക് സ്പേസിൽ പോകുമ്പോൾ അതൊക്കെ ഭയങ്കര ഇംപ്രഷനാണ്. നമ്മൾ മനസ്സിലായില്ല, ബോഡി ഓർഡർ മാത്രമല്ല, ഇറ്റ്സ് ലൈക്ക് ഇപ്പൊ ഞാനിപ്പോ വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദാറ്റ് സ്മെൽ കംസ് ഓൺ ദ ഡ്രസ്, നോട്ട് ഓൺ ദ ഡ്രസ് ദാറ്റ് ഐ എം വെയറിംഗ്. പക്ഷെ അവിടെയുള്ള ചുറ്റുപാടത്തൊക്കെ ആ മണം ഉണ്ടാവും. പിന്നെ വെച്ചാൽ അത് മാത്രമല്ല, നമ്മൾ കുറച്ച് നമ്മുടെ ഇപ്പോൾ നമ്മൾ പറയുക, ഞാൻ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ നമ്മുടെ സാമ്പാർ സാധനം, തൈര് സാധനം, എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ കറികൾ അതൊക്കെ സ്പൈസിയാണ്. നമ്മുടെ രീതി അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ഭക്ഷണമൊക്കെ ആയിട്ട് നമ്മളൊരു പബ്ലിക് സ്പേസിൽ പോവുക, നമ്മൾ തുറന്ന്. ഇന്നാണ് ഞാൻ ഒരു ഇതിൽ കണ്ട കണക്ക് തന്നെ ഒരു പബ്ലിക് സ്പേസിൽ ഒരു ലേഡി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ ഇരുന്നിട്ട് തൈര് സാധനം കഴിക്കുന്നു. അതിലെന്താ തെറ്റ്? അവർ കൈകൊണ്ട് പക്ഷെ അവർ കൈകൊണ്ട് കഴിക്കുന്നതിലല്ല പ്രശ്നം. അവർ കൈകൊണ്ട് കഴിച്ചോട്ടെ, പക്ഷെ അവർ എന്താ പറയാ, നമ്മുടെ ഓപ്പോസിറ്റിരിക്കുന്ന ആൾക്ക് അത് ഭയങ്കര ഒരു അരോചകമായിട്ടാണ് തോന്നുന്നത് അവർക്ക്. മനസ്സിലായില്ല? അപ്പം നമ്മൾ അവിടെ ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച് എന്തുവേണേ കാണിച്ചു, അല്ലെ നമ്മുടെ പ്രൈവറ്റ് ഗ്യാതറിംഗിൽ എന്തുവേണേ കാണിച്ചു. പക്ഷെ നമ്മൾ അവരും കൂടെ ഉള്ള സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ അവരുടെ ഒരു കൾച്ചറും അവരുടെ കാര്യങ്ങൾ റെസ്പെക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ ഒരു എന്താ പറയുക, സുഗമമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ, റെസ്പെക്ട് കിട്ടുള്ളൂ. അതെ, അതുകൊണ്ടൊക്കെ. പിന്നെ ഇതിൽ വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീഡിയയും കുറേയൊക്കെ പ്ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ ഇപ്പോഴത്തെ അല്ല പറയുന്നത്. നമ്മൾ എപ്പോഴും നമ്മളെ പ്രൊജക്ട് ചെയ്തത് എങ്ങനെ, നമ്മളൊരു നെഗറ്റീവ്, എന്താ പറയുക, നമ്മളൊരു പോവർട്ടി സ്ലംസ് ആണ്. ഇപ്പോൾ അമേരിക്കയിൽ ഇതില്ലേ, പോവർട്ടി ഇല്ലേ, സ്ലംസ് ഇല്ലേ. യൂറോപ്പിൽ എത്രയോ രാജ്യങ്ങൾ, ഇന്ത്യക്കാട്ടി വളരെ മോശമുള്ള രാജ്യങ്ങളുണ്ട് ഇപ്പം. പക്ഷേ ഈ കാലത്ത് ഇന്ത്യയെ പറ്റി പറയുമ്പം ഈ നെഗറ്റിവിറ്റിയും ഈ പോവർട്ടിയും സ്ലംസും അതല്ല ഇന്ത്യ. നമ്മുടെ ആൾക്കാർ എന്ന് മാറും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ എങ്ങനെ നമ്മളെ പോർട്രേ ചെയ്യുന്നു, ഓപ്പോസിറ്റ് ഇരിക്കുന്നവൻ കാണുന്നത് എന്താണ്? അവർക്കറിയോ ഇപ്പം ഇന്ത്യ എങ്ങനെ ഇരിക്കുന്നത്? പക്ഷെ അവർ കാണുന്നത്, ഇന്ത്യ കാണുന്നത് വെച്ചാൽ കുറേ സ്ലംസ്, കുറേ അവിടെ മുറുക്കി തുപ്പി വയ്ക്കുന്ന ആൾക്കാർ, ഇത് അതിപ്പോഴും ഉണ്ട്. പക്ഷെ അതെല്ലായിടത്തും ചൈന ഇത്ര അഡ്വാൻസ്ഡ് ആണ്. ചൈനയുടെ വേറെ സ്ഥലം കണ്ടിട്ടുണ്ടോ? ഭയങ്കര മോശമാണ്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും പോർട്രേ ചെയ്യണം. നമ്മൾ പതുക്കെ മാറി വരുന്നേ ഉള്ളൂ. വി ഷുഡ് അഡ്മിറ്റ് ദാറ്റ്. പക്ഷെ അത് വെച്ചുകൊണ്ട് നമ്മുടെ നെഗറ്റീവ് മാത്രം നമ്മുടെ പേഴ്സണൽ നമ്മൾ സ്വന്തം നമ്മളെപ്പറ്റി ആലോചിക്കുക. നമ്മളെപ്പോഴും നമ്മുടെ നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ട് നടക്കാമെന്ന് വിചാരിക്കും. ഞാൻ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ആളെന്തായിരിക്കും വിചാരിക്കും നമ്മളെ പറ്റിയിട്ട്? ആ സെയിം സാധനമാണ് ഇന്ത്യയെ പറ്റിയിട്ടും ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് നമ്മൾ ആരാ മാറ്റേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് മാറ്റേണ്ടത്, നമ്മുടെ മീഡിയ ആണ് മാറ്റേണ്ടത്. എങ്ങനെ ഹൗ വി പോർട്രേ അവർ സെൽസ്. അപ്പോൾ ഇന്ത്യ ഇത്രയും ഒരു വളർന്നു വരുന്ന എക്കോണമി ആകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പോർട്രേ ചെയ്ത് നമ്മൾ മുമ്പോട്ട് നമ്മളെ തന്നെ പുഷ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കൊരു സമൂഹത്തിലൊരു വിലയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ സായിപ്പിന് മാത്രമല്ല കുഴപ്പം. അപ്പോൾ ഡു യു തിങ്ക് നമുക്ക് ഇനി സ്കോപ്പ് ഇല്ലേ? ലൈക്ക് നമ്മളിപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ പിള്ളേരൊന്നും പുറത്ത് അബ്രോഡൊന്നും പോയിട്ട് കാര്യമില്ലേ? വാട്ട് ഡു യു തിങ്ക്? അല്ല, അങ്ങനല്ല. ഇനിയുള്ള കാലത്തും പുറത്ത് സ്കോപ്പ് ഉണ്ട്. ഇനിയുള്ള കാലങ്ങളിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യും.
മനസ്സിലായില്ല. ഇപ്പോൾ യൂറോപ്യൻസ് അവരിപ്പോൾ ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്, കൂടുതൽ ആൾക്കാർ ട്രാവൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള കാലത്ത് അങ്ങനെ ആയിരിക്കും, ലോകം ചുരുങ്ങും. പക്ഷേ അവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മുടെ ആൾക്കാർ പോയൊരു പ്രൊഫഷണൽസ് ആയിരുന്നു, അങ്ങനെ പോയി അവർ നന്നായിട്ട് വന്നു. രണ്ടാമത് പോയ ആൾക്കാർ എന്തും പഠിച്ചിട്ട് അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ എടുത്ത് അവിടെ സെറ്റിലായവരുണ്ട്. അതൊക്കെ ആ കാലം കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ പോകണമെങ്കിൽ നന്നായിട്ട് പ്രൊഫഷണൽ ആയിരിക്കണം. ആ ഒരു പ്രൊഫഷണൽ ഫീൽഡിലുള്ളവർക്ക് മാത്രമേ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ എന്താ പറയുക, മാൻ പവർ കിട്ടാത്ത ടൈപ്പ് ഓഫ് ജോലികളുണ്ട്, മനസ്സിലായില്ലേ? ക്രിട്ടിക്കൽ സ്കിൽ എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ആൾക്കാർക്ക് അവിടെ സ്കോപ്പ് ഉണ്ട്. പക്ഷേ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് അവിടെ പോയിട്ട് വെറുതെ കുറേ സമയം കളഞ്ഞ് നിങ്ങൾ ജോലി എന്തെങ്കിലും ഭാഗ്യത്തിന് ജോലി കിട്ടിയെന്ന് തന്നെ വിചാരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും സർവൈവ് ചെയ്യാൻ പറ്റൂല അവിടെ. നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു യങ്ങർ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് നിങ്ങളവിടെ വേസ്റ്റ് ചെയ്യാണ്. നിങ്ങളവിടെ പോയിട്ട് കുറേ പഠിച്ച് അവിടെ നിന്ന് കുറേ സമയം കളഞ്ഞു, കുറേ വീട്ടുകാരുടെ കുറേ പൈസ അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കുറേ ആ പൈസയും പോയി തിരിച്ചിവിടെ 0 ആയിട്ട് ഇവിടെ വരും. നിങ്ങൾക്ക് ലൈഫിൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല, അല്ലെ ഒന്നും ചെയ്യാൻ പറ്റൂല. ആ ഒരു നല്ല സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യാണ്. And of course, idonly, like, I think we will always be considered as secondary citizens. അത് ആ ടാഗ് ലൈൻ എപ്പോഴും ഉണ്ടാവും. അതിപ്പോൾ പറഞ്ഞ കണക്ക് എന്താ പറയുക, ഇന്ത്യൻ ഒറിജിൻ ആ സിറ്റിസൺസ് എന്നുള്ള ആ ടാഗ് ലൈൻ എപ്പോഴും ഉണ്ടാവും. അതൊക്കെ നമ്മൾ അവിടെ പോയി സെറ്റിൽ ചെയ്യണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതൊക്കെ ഓക്കെ എന്ന് വെച്ചിട്ട് തന്നെ നമ്മൾ പോകണം. എപ്പോൾ വേണമെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് എതിരെ ഒരു ടേൺ അഗേൻസ്റ്റ് ഇതൊക്കെ നമ്മൾ മുന്നിൽ കണ്ടിട്ട് വേണം പോകാൻ. പക്ഷേ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും നമ്മുടെ പാസ്പോർട്ട് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണ്ടെന്നൊക്കെ വെച്ചിട്ട് അവിടെ പോയി താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഇനിയുള്ള ജനറേഷൻസ് വളരെ ആലോചിച്ച് അത് ചെയ്യുക. ബിക്കോസ് ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ആണെങ്കിൽ തന്നെ ഈ OCI കാർഡിൻ്റെ രീതിയിലൊക്കെ വളരെ 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 സ്ട്രിക്റ്റ് ആയിക്കൊണ്ട് വരുന്നുണ്ട്. സോ ഇനി പോകുന്ന കാലത്തിൽ സ്ട്രിക്റ്റ് ആവും. സോ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് മൂവിങ് ഫോർവേഡ്. നിങ്ങൾക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് വരണം, അല്ലെങ്കിൽ ഇനി അത് വേണ്ടെന്ന് വെച്ച് വരുമെന്നൊക്കെ വെച്ചാൽ ഒരുപാട് ഡിഫിക്കൽട്ടാവും. അപ്പം ഇപ്പോൾ യങ്ങർ ജനറേഷൻ എന്ന് വെച്ചാൽ നിങ്ങളതിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ട് ചെയ്യുക. നിങ്ങൾ അവിടെ പോയിട്ട് പഠിച്ചിട്ട് അവിടെ നല്ല നല്ല കാര്യങ്ങളുണ്ട്. നിങ്ങൾ അവിടെ നല്ല സിവിക് സെൻസ് ചെയ്യുക, ഗുഡ് എക്സ്പീരിയൻസ്, എന്നിട്ട് തിരിച്ചു വരിക. എന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. മനസ്സിലായി? ഇന്ത്യ ഈസ് വേർ ദ ഫ്യൂച്ചർ ഈസ്, ഡോണ്ട് ഫോർഗെറ്റ്. ഇന്ത്യ നമ്മളൊരു 5 ട്രില്യൺ എക്കോണമിയിലേക്ക് നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. നിങ്ങൾ വിചാരിക്കുന്നവർക്കല്ലോ കണ്ടമാനം ഡെവലപ്മെന്റ്സ് വരുന്നുണ്ട്. നമ്മൾ മീഡിയ ഒന്ന് എത്രത്തോളം പറയുന്നുണ്ടെന്ന് അറിയാം. മീഡിയ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ ഇറങ്ങി നോക്കിയാൽ മതി ദ കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് വി ഹാവ്. അപ്പം പ്ലീസ്, നിങ്ങൾ എന്തെങ്കിലും ആലോചിക്കുന്നതിന് മുമ്പ് യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറയുന്നത്, നിങ്ങൾ ആലോചിച്ച് ചെയ്യുക. 2-3 പ്രാവശ്യം ആലോചിക്കുക. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് അവിടെ നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നിങ്ങളുടെ ഗോൾഡൻ ഏജ് നിങ്ങളവിടെ വേസ്റ്റ് ചെയ്യരുത്. ബി പ്രൊഡക്റ്റീവ്, എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിരിക്കുക. ഒക്കെങ്കിൽ ഇന്ത്യയിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ നോക്കുക. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഓൾവേസ് റിമെമ്പർ എവറി ബിഗ് ചേഞ്ച് begins with a small thought. So what's your thought for today? Please share with us നിങ്ങളുടെ തോട്ട് എന്താണെന്നുള്ളത് റിഗാർഡിങ് ദിസ് ടോപ്പിക്. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പ്ലീസ് ബി ആക്റ്റീവ്, സോ ദാറ്റ് വി വിൽ ഓൾസോ നോ എന്താണ് നിങ്ങൾ അതിന് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് കിട്ടിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മൾ പോകുന്ന ഡയറക്ഷൻ കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളത്. പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. സോ ലെറ്റ് us grow together. Okay, thanks for watching. Bye.